വിവിധ വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപകമായി വെട്ടിച്ചുരുക്കിയിട്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. 700 കോടി രൂപ സപ്ലൈകോയ്ക്ക് വെച്ചിരിക്കുന്നു. സപ്ലൈകോയ്ക്ക് സർക്കാർ തന്നെ ഇപ്പോൾ അത്രയും പൈസ കൊടുക്കാനുണ്ട്, കടമായിട്ട് കൊടുക്കാനുണ്ട്. ഏത് വിതരണക്കാർക്ക് കൊടുക്കാനും നെല്ല് സംഭരണത്തിൻ്റെ പണവുമായിട്ട് 700 കോടിയോളം രൂപ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ അലോക്കേഷൻ വെച്ചിരിക്കുന്നത് 700 കോടിയാണ്. ആ കടം തീർത്താൽ പിന്നെ സപ്ലൈകോയ്ക്ക് വർക്ക് ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഇല്ല, സപ്ലൈകോ പൂട്ടുന്ന സ്ഥിതിയിൽ വരും. എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വകുപ്പുകളും ഇങ്ങനെയാണ്. കാരുണ്യ പദ്ധതി ഏകദേശം 1800 കോടിയോളം രൂപയാണ് സർക്കാർ ആശുപത്രികൾക്കും വിവിധ സ്വകാര്യ ആശുപത്രികൾക്കും കൊടുക്കാനുള്ള തുക. അപ്പോൾ ആ കടം ഈ സർക്കാരിൻ്റെ ബാധ്യത പോലും സർക്കാരിൻ്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഈ പ്രാവശ്യം വെച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിൽ അലോക്കേറ്റ് ചെയ്ത പൈസ ഗൗരവമായി വെട്ടിക്കുറച്ചു, കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചു. ഏകദേശം ഒരു 50% വരും. വലിയ വെട്ടിക്കുറവുണ്ടായി. രണ്ടാമത് അതുണ്ടാക്കിയ ബാധ്യതകളുണ്ട്. വിവിധ വെൽഫെയർ പ്രോജക്റ്റുകൾക്ക്, ക്ഷേമ പദ്ധതികൾക്ക്, വികസന പദ്ധതികൾക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ തുക കടം ബാധ്യത വരുത്തിയിട്ടുണ്ട്. ആ കടബാധ്യത പോലും തീർക്കാനുള്ള അലോക്കേഷൻ ഈ വർഷത്തെ ബഡ്ജറ്റിലില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ബജറ്റ് പെർഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ബജറ്റ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്? അപ്പം ഇത് വെറും പൊള്ളയായ വാക്കുകളാണ്. മാത്രമല്ല ആവർത്തനമായിരുന്നു കംപ്ലീറ്റ്. ഒന്നും കമ്പൈൽ ചെയ്തിട്ട് പോലുമില്ല ബജറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 24 വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു ബജറ്റ് കേൾക്കുന്നത്. പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്ന സംഭവം ഒന്ന് കമ്പൈൽ ചെയ്യുന്നു. ഒരു ബജറ്റിൻ്റെ ഓർഡറിൽ പോലും ഈ ബജറ്റ് ആക്കിയിട്ടില്ല. നമ്മൾ കേട്ടത് തന്നെ 3 പ്രാവശ്യമൊക്കെ ചില കാര്യങ്ങൾ ബജറ്റിൽ ആവർത്തിച്ചു. ഇന്ന് കൃത്യമായിട്ടുള്ളൊരു ബജറ്റിൻ്റെ ഷേപ്പിൽ പോലും, രൂപത്തിൽ പോലും ബജറ്റ് പോലും ആക്കിയിട്ടില്ല. കാരണം അതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല, അതിന് വിശ്വാസ്യതയില്ല. കാരണം അത്രമാത്രം വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത്. അത്രമാത്രം മതി. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു കൊടുക്കുമെന്ന് പറയുന്നത് PF ലയിപ്പിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടില്ല. അവരുടെ ലീവ് സറണ്ടർ അത് 2027 കിട്ടും എന്നാണ് പറഞ്ഞത്. ഒരു യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ബഡ്ജറ്റാണെന്ന് പറയാൻ കാര്യം 170 രൂപ ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ തറവില 10 രൂപ കൂട്ടി 150 രൂപയ്ക്ക്, അല്ലേ? 180 രൂപയ്ക്ക്. റബ്ബറിന് ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില എത്ര? 210 രൂപ. 208, 210. 208 ഇപ്പോൾ ഇന്നത്തെ വില. 208 രൂപ. അപ്പം ഇവർക്ക് മാർക്കറ്റിനെ കുറിച്ചോ കർഷകരെ കുറിച്ചോ എന്ത് ബോധ്യമുണ്ട്? ഓൾറെഡി ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ തറവിലയേക്കാൾ 28 രൂപ കൂടുതൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. 170 രൂപ 10 രൂപ കൂട്ടി 180 രൂപ ആക്കി. എന്തിനാ ഇവരുടെ പൈസ? എന്തിനാ? മാർക്കറ്റിൽ പോയാൽ 208 രൂപ കിട്ടും. അപ്പോൾ ഇതൊന്നും പഠിക്കാതെ പിന്നെ ഭീകര കൊള്ളയാണ് ലാൻഡ് ടാക്സിൽ വരുത്തിയിരിക്കുന്നത്. ഭൂനികുതി ഒന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മളെതിരല്ല. പക്ഷെ 50% വർധനമാണ് ഭൂനികുതിയിൽ. ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിഴിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് വേറെ ഒരു മേഖലയില്ല. ഇവർ യഥാർത്ഥത്തിൽ നികുതി പിരിവിൽ ഗൗരവതരമായി ഗവൺമെൻറ് പരാജയപ്പെട്ടു. ഇപ്പോൾ പറയുന്ന കണക്ക് എന്താ അറിയാം? 2020 മുതലുള്ള ആവറേജാണ് ഗ്രോത്ത് പറയുന്നത്. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോർമലായപ്പോൾ ഉണ്ടായ ഒരു വലിയ ഗ്രോത്ത് ഉണ്ട്. കാരണം കോവിഡ് കാലത്ത് ഒരു ബിസിനസ്സും നടന്നിട്ടില്ല, ഒരു ടാക്സും കിട്ടിയിട്ടില്ല. അപ്പം കോവിഡ് കാലത്തെ പൈസയും കോവിഡ് കഴിഞ്ഞ് നോർമലായ വർഷത്തിലെ വരുമാനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഗ്രോത്ത് കണക്കാക്കിയിരിക്കുന്നത്. ആ ഗ്രോത്തിൻ്റെ ടാക്സ് ഗ്രോത്ത്, അതായത് നികുതി വരുമാനത്തിൻ്റെ വളർച്ചയുടെ കണക്ക് പറഞ്ഞിരിക്കുന്നത് തന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. നികുതി വരുമാനം ഗൗരവതരമായി വർദ്ധിക്കുന്നില്ല. 30%-ലധികം GSTയിലെ നികുതി വരുമാനം വർധനവ് ഉണ്ടാകേണ്ട സംസ്ഥാനമാണ് ആവറേജ്. കാരണം കൺസ്യൂമർ പോയിൻ്റാണ് എല്ലാമാണ് ടാക്സ് ഉള്ളത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടേണ്ട സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷേ ഇവരുടെ നികുതി ഘടന സംവിധാനങ്ങളൊക്കെ വളരെ ഏറ്റവും ഇനഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നികുതി ഘടന മാറ്റിയവർ GSTക്ക് അനുരോധമായിട്ടുള്ള ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മാറ്റി. ഇവിടെ അതുപോലും ചെയ്തിട്ടില്ല.
വളരെ ഇനഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? നികുതി പിരിച്ച്, പരമാവധി നികുതി പിരിച്ച്, നിയമപരമായ നികുതി പിരിച്ച് ആ നികുതി പണം സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ, ക്ഷേമ പദ്ധതികളിലൂടെ, വികസന പദ്ധതികളിലൂടെ ആളുകളിൽ എത്തിക്കുക.